ഹായ് ഹലോ ഫ്രണ്ട്സ്, യെല്ലോ ക്രീപ്പിംഗ് ജെനി അല്ലെങ്കിൽ ഇംപേഷ്യൻ റിപ്പൻസ് എന്ന് പറയുന്ന അടിപൊളി ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത്. അപ്പോൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ നിലത്ത് ക്രീപ്പിംഗ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഭംഗിയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് പൂവ് കാണാനായിട്ട് ഒരുപാട് പൂക്കളുണ്ടാവും. മെയിനായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ വരുന്ന വള്ളികൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നടുന്നത്. അപ്പോൾ ഇതിങ്ങനെ താഴേക്കൊക്കെ വന്നിട്ട് തന്നെ അതിൽ വേരുകൾ വരാറുണ്ട്. അപ്പോൾ അധികം വെയിൽ വേണ്ടാതെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഷെയ്ഡ് ഏരിയയിലാണ് ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ അതാണ്ടോ ഇതുപോലെ ഇങ്ങനെ വേരുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയെ സംബന്ധിച്ചുള്ള അമിതമായിട്ടുള്ള വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അമിതമായിട്ടുള്ള സൺലൈറ്റ് ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല. അതിൻ്റെ റീസൺ നമ്മുടെ ഇംപേഷ്യൻ്റ് കാറ്റഗറി വരുന്ന പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ ചൈനീസ് ബോൾസം പോലെ തന്നെ കുറച്ച് ഷെയ്ഡ് ആയിട്ടുള്ള കുറച്ച് തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഡയറക്റ്റ് ലീഫിൽ വെയിലടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് സ്റ്റെം എല്ലാം അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കവറിലാണ് ഈ ഒരു പ്ലാന്റ് നട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് പോട്ടിലേക്ക് മാറ്റണം. ഒരുപാട് വള്ളികൾ ഇങ്ങനെ താഴേക്ക് കണ്ടോ ക്രീപ്പിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ പ്ലാന്റിൽ മുട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 2-3 ദിവസം നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ നിൽക്കും. ക്രീപ്പിംഗ് ആക്കി ഇടുകയാണെങ്കിൽ ഒരുപാട് വള്ളികൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ടൊക്കെ പൂക്കൾ കൊണ്ട് നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.